ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഫൺ ഫാമിലി 3 ഡോസ്. അപ്പൊ ഗൈസ്, ഇന്ന് ഞങ്ങൾ വെറൈറ്റി ഒരു ചലഞ്ച് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ചലഞ്ചിന്റെ പേര് സ്റ്റോറി ടെല്ലിംഗ് ചലഞ്ച്. അത് എങ്ങനെയാ കളിക്കുന്നതെന്ന് വെച്ചാല്, ഞാൻ ആദ്യം ഒരു വേർഡ് പറയും, അതിനെ തുടർന്ന് ഞാൻ പറയണം, അങ്ങനെ നമ്മള് 3 പേരും ഓരോരോ വേർഡ്സ് വെച്ച് എന്താ ഏതാ എങ്ങനെ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ഓരോ വേർഡ്സ് വെച്ച് എവിടെങ്കിലും തുടങ്ങും, എവിടെങ്കിലും അവസാനിക്കും. ചിലപ്പോ യാതൊരു ബന്ധവും കാണത്തില്ല, അന്തവും കുന്തവും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഞങ്ങൾ നേരെ സ്റ്റോറി പറയാൻ വേണ്ടി തുടങ്ങുവാണ്. പക്ഷേ പണിഷ്മെന്റ് ഉണ്ട് ഗൈസ്. അപ്പൊ പണിഷ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്റ്റോറി പറയുന്നതിനിടയ്ക്ക് ആരെങ്കിലും ചിരിച്ചാൽ അവരെ നമ്മൾ നല്ല വെള്ളത്തിൽ അങ്ങ് മുടിപ്പിക്കും. അതായത് ചുരുക്കത്തിൽ പറഞ്ഞ, ഇതുവരെ കുളിക്കാത്തവരൊക്കെ ഇന്ന് കുളിക്കും. അതാണ് സാരം. ഓക്കെ, അപ്പോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പൊ പണിഷ്മെന്റ് നടുക്കൊണ്ടിരിപ്പുണ്ട്. അതെ, അത് ഞാനാണ് കൂടുതൽ ചിരിക്കുന്ന ആള് ഈ കൂട്ടത്തില്. അപ്പൊ ഞാൻ മിക്കവാറും ഇതിനകത്ത് മുങ്ങിക്കിടക്കും. അതെ, അപ്പൊ ഇന്ന് ഇത് പറയുമ്പോ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താന്ന് വെള്ളത്തിൽ മുങ്ങുന്നതല്ല നമ്മുടെ നീങ്ങും. ഓക്കെ, സ്റ്റോറി ടെല്ലിംഗ് ആണ്. അപ്പൊ ഗൈസ്, ഞാൻ തുടങ്ങാൻ പോവാണ്. അപ്പൊ ആദ്യം ഞാൻ തുടങ്ങാം. ഒരിടത്തൊരിടത്തൊരു കേശവൻകുട്ടി ഉണ്ടായിരുന്നു. കേശവൻകുട്ടി ഒരു കുസൃതിക്കുട്ടിയായിരുന്നു. കേശവൻകുട്ടിയുടെ വീട് കോട്ടയത്തായിരുന്നു. ആ കോട്ടയം ഒരു കാട് നിറഞ്ഞ സ്ഥലമായിരുന്നു. ഒരിക്കൽ കേശവൻകുട്ടി ആ കാട്ടിലൂടെ നടക്കാൻ ഇറങ്ങി. അങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു സംഭവം കണ്ടു. ആ സംഭവമാണ് കുട്ടിക്കുരങ്ങൻ. ആ കുട്ടിക്കുരങ്ങന്റെ കൂട്ടുകാരനായിരുന്നു കേശവൻകുട്ടി. അങ്ങനെ കുട്ടിക്കുരങ്ങനും കേശവൻകുട്ടി കുറെ നാള് കൂടി ഒന്നിച്ച് കണ്ടു. അങ്ങനെ അവർ ഒരു ദിവസം ഒരിടത്ത് പോകാൻ പ്ലാൻ ഇട്ടു. അത് നല്ല ഭീകരമേറിയ ഒരു വനമായിരുന്നു. അങ്ങനെ അവർ ആ വനത്തിലൂടെ നടക്കുവാൻ അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ അവർ ആ വനത്തിലൂടെ നടന്നപ്പോൾ അവിടെ അവരെന്തോ അത്ഭുതകരമായിട്ട് കണ്ടു. അത്ഭുതകരമായി ഞാൻ അറിയാതെ വന്നിട്ട് നമുക്ക് കൊഴിഞ്ഞു പോയപ്പോ ചിരിച്ചു. അത് കേട്ടിട്ട് എനിക്ക് ചിരി വന്നേ. ആരാധന ചിരിച്ചേ? നമുക്കതൊന്ന് വെച്ചു നോക്കാം, ആരെ പറ്റി ചിരിച്ചത്. അപ്പൊ ഗൈസ്, എന്റെ വഴിയിൽ നിന്ന് വന്നൊരു മിസ്റ്റേക്ക് ആയിരുന്നു അത്. അപ്പൊ നമ്മള് 3 പേര് അറ്റ് എ ടൈം ചിരിച്ചത് കൊണ്ട് പണിഷ്മെന്റ് കൊടുക്കുന്നില്ല. നമുക്ക് നേരെ ബാക്കി കണ്ടിന്യൂറ്റിയിലേക്ക് പോകാം. അപ്പം അത്ഭുതകരമായ ഒരു സാധനം കണ്ടതുവരെ അവിടെ പറഞ്ഞു നിർത്തി. ഞാൻ ബാക്കി പറയാം. ആ അത്ഭുതകരമായ സാധനമാണ് നല്ല മുടിയൊക്കെയുള്ള സിംഹമപ്പൂപ്പനെ കണ്ടു. അപ്പം അവര് സിംഹപ്പൂപ്പനെ കാണുമ്പോൾ ആദ്യം ഇവരൊന്ന് ഞെട്ടി. ആ സിംഹം ആരാണ്? കാട്ടിലെ രാജാവ്. അങ്ങനെ ആ സിംഹത്തെ ഇവര് രണ്ടുപേരും കൂടി കൂടെ കൂട്ടാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്തു. അങ്ങനെ അവര് 2 പേരും കൂടി നടന്ന് നമ്മുടെ സിംഹം അപ്പൂപ്പന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് സിംഹ അപ്പൂപ്പനോട് ചോദിച്ചു, നീ ഈ കാട്ടിലെ വലിയ ആളല്ലേ, നിന്റെ അടുത്ത് എല്ലാരും തൊഴുതല്ലേ നിക്കുന്നേ, നിന്നെ പേടിച്ചല്ലേ എല്ലാവരും നിക്കുന്നേ. അപ്പം ഞങ്ങൾക്കൊരാഗ്രഹം, ഞങ്ങളുടെ കൂടെ നടക്കാൻ നീ കൂടി വരണമെന്ന്. അത് കേട്ട് സിംഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ വരാനോ? അങ്ങനെ അത് കേട്ട് ഇവര് 2 പേരും, എന്താ ഈ സിംഹരാജൻ ഇങ്ങനെ പറയുന്നേ, എന്നും ചാടയാ സിംഹരാജൻ എന്ന് മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ സിംഹരാജൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ ആലോചിക്കുന്നത്? അപ്പൊ അവര് പറഞ്ഞു, സിംഹരാജാവ് നമ്മുടെ കൂടെ വരുവാണെങ്കിൽ ഞങ്ങൾക്ക് ശത്രുക്കളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരാളാകുമല്ലോ എന്ന്.
അങ്ങനെ സിംഹരാജാവ് ആലോചിച്ചു, ഞാനിവരുടെ കൂടെ പോവുകയാണെങ്കിൽ എനിക്ക് മുന്നാളാകാൻ പറ്റുമല്ലോ. എങ്കിലും അത്ര പെട്ടെന്ന് ഇവരുടെ മുമ്പിൽ താന്നു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഇവിടുത്തെ രാജാവല്ലേ. അപ്പൊ ഈ സിംഹരാജാവിന്റെ ആലോചന കണ്ടിട്ട് കേശവൻ കുട്ടിയും കുട്ടിക്കുരങ്ങനും ചോദിച്ചു. എന്താണെന്ന് വെച്ചാൽ, എന്താണ് രാജാവ് ഇത്ര സിംഹരാജൻ ഇത്ര ആലോചിക്കുന്നത്? ഞങ്ങളുടെ കൂടെ വരാൻ സമ്മതമാണോ? സമ്മതമാണ്. പക്ഷേ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എന്ത് കാര്യം? മൂങ്ങിക്കോ. ഞാൻ ചിരിച്ചില്ല, നീ ചിരിച്ചു, ചുമ്മാതെ ചിരിച്ചു. അതുകൊണ്ട് നമുക്ക് മൂക്ക ആദ്യത്തെ മൂന്നില് പാസ്സാക്കി. താങ്ക് യു വെരി മച്ച്. അപ്പം സിംഹരാജാവ് പറഞ്ഞു, ഈ കാട്ടിലെ മൃഗങ്ങളെല്ലാം വന്ന് എന്നെ വണങ്ങണമെന്ന് പറഞ്ഞു. എങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളുടെ കൂടെ വരൂ എന്ന് സിംഹം ഇവരോട് പറഞ്ഞു. ഇത് കേട്ട കുട്ടിരാമനും കുട്ടിരാമനല്ല, ഇത് കേട്ട കേശവൻകുട്ടിയും ഇത് കേട്ട കേശവൻകുട്ടിയും കുട്ടിക്കുരങ്ങനും ഈ സിംഹരാജന് ഒരു പണി കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവരൊരു പ്ലാൻ ഇട്ടു. ആ പ്ലാനില് അവര് കുറച്ച് മൃഗങ്ങളെയും കൂടെ കൂട്ടത്തി, അതായത് ഇവർ ഇതിനു മുന്നേ പണി കിട്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു മൃഗങ്ങളെയും കൂടെ കൂട്ടത്തി കൂട്ടാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച് ഇവർ കാട്ടിലെ മൃഗങ്ങളെല്ലാം ഒന്നിച്ചൊരിടത്ത് കൂട്ടി. അങ്ങനെ ഇവര് ഗൂഢമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. ചിന്തിച്ച് ആർക്കും ഒന്നും കിട്ടുന്നില്ല. ലാസ്റ്റിൽ ഈ കുട്ടിക്കുരങ്ങൻ കാട്ടിലൊരു വലിയ അനൗൺസ്മെന്റ് നടത്തി. കാട്ടിൽ അനൗൺസ്മെന്റ് കാട്ടിൽ അനൗൺസ്മെന്റ് മൈക്കും സ്പീക്കറും ആന്റി കൊണ്ട് കൊടുക്കും. ഇനിയില്ലല്ലോ പറയൂ. ഇതൊരു ലോജിക്കില്ലാത്ത കഥയായിട്ട് കുഴപ്പമില്ല, പറഞ്ഞോ. അങ്ങനെ അനൗൺസ്മെന്റിൽ അവർ വിളിച്ചു പറഞ്ഞു, ഈ കാട്ടിലെ മൃഗങ്ങളെല്ലാം ഒത്തുവരണമെന്ന്. അങ്ങനെ ഇവരെന്ത് തീരുമാനിച്ചു? ഈ കാട്ടിലൊരു യക്ഷിയുണ്ടെന്ന് വരുത്തി തീർക്കാൻ തീരുമാനിച്ചു. അതുവഴി നമ്മുടെ സിംഹരാജനെ പേടിപ്പിക്കാൻ. അങ്ങനെ ഇവർ ഒരു യക്ഷിയെ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ ഇവരൊരു യക്ഷിയെ ഉണ്ടാക്കി രാത്രിയില് ഈ സിംഹരാജന്റെ അടുത്ത് കൊണ്ടുവന്നു. എങ്ങനെ രക്ഷയെ ഉണ്ടാക്കിയേ? അതിന് ഇവര് സഹായം തേടിയത് ആരുടെ അടുത്തുനിന്നാ? സൂത്രക്കാരനായ കുറുക്കച്ചന്റെ അടുത്ത്. അങ്ങനെ കുറുക്കൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിക്കാം, പക്ഷെ എനിക്കൊരു കുപ്പി തേൻ വേണം, കൂട്ടത്തിലൊരു കോഴി. അപ്പം ഇവരാലോചിച്ചു, എങ്ങനെയാണ് തേൻ സംഘടിപ്പിക്കുക? കോഴി സംഘടിപ്പിക്കുക എങ്ങനെ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ മുന്നിൽ കൂടെ ഒരു കൂട്ടം താറാവ് കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ കൂടെ നടന്ന് നീന്തി പോകുന്നത് കണ്ട്. ഇത് കണ്ട കുട്ടിക്കുരങ്ങനും കുട്ടിരാമനും ഭയങ്കര കേശവൻകുട്ടി. ഇത് കണ്ട കേശവൻകുട്ടിക്കും കുട്ടിക്കുരങ്ങനും സന്തോഷമായി. കാരണം കോഴിയൊപ്പിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അയ്യോ, താറാവ് കുഞ്ഞുങ്ങൾ കോഴിക്കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ പോയത്. കോഴിയെ കിട്ടിയില്ലേലും താറാവിനെ കിട്ടൂല്ലോ. പക്ഷെ താറാവിനെ കൊണ്ടുകൊടുത്താ കുറുക്കനും തൃപ്തിയാവില്ലെന്ന് അറിഞ്ഞ ഇവർ താറാവിനോട് ചോദിച്ചു, കോഴിയെ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അപ്പൊ അവർ പറഞ്ഞു, കോഴി കിട്ടാൻ വഴിയില്ല. എന്നാലും നിങ്ങൾ ഒരാളുടെ അടുത്ത് ചെന്ന് സഹായം ചോദിച്ചാൽ ചിലപ്പോ കോഴിയെ കിട്ടാനുള്ള മാർഗമുണ്ട്. അതാണ് നമ്മുടെ സിംഹരാജൻ. കോഴി നമ്മൾ സിംഹരാജന്റെ അടുത്ത് എത്തി.
എന്നിട്ട് ഇവര് സിംഹരാജനോട് പറഞ്ഞു, സിംഹരാജ അങ്ങയുടെ കയ്യിലുള്ള സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കോഴിയുടെ ഒരെണ്ണത്തിന് ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചു. ഇത് കേട്ട സിംഹരാജൻ ചോദിച്ചു, അങ്ങനെ ഞാൻ ഒരെണ്ണത്തിനെ തന്നാൽ നിങ്ങൾ എനിക്ക് പകരം എന്ത് തരും എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ സിംഹരാജനൊരു ആട്ടിൻകുട്ടിയെ തരാന്ന്. ഇത് മനസ്സില്ലാ മനസ്സോടെയാണ് അവർ ആട്ടിൻകുട്ടിയെ തരാമെന്ന് പറഞ്ഞത്. ഇനി അവർ ചിന്തയിലായി. കോഴിയെ പിടിക്കാനോ പാടുപെടും. ഇനി ഞാൻ മുങ്ങത്തില്ലെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ മുങ്ങി. വിചാരം പാടില്ലെന്ന് മനസ്സിലായില്ലേ? അപ്പൊ 3 പേരും മുങ്ങി കുളിച്ചിട്ടുണ്ട്. ഐശ്വര്യമായിട്ട് തുടങ്ങിയത് ഞാനാ. അപ്പൊ ഞാൻ കണ്ടിന്യൂ മുങ്ങിട്ട് അപ്പോ ഇവര് മനസ്സിൽ വിചാരിച്ചു, കോഴിയെ കിട്ടാനോ പാടുപെടുന്നു, ഇനി ഇതിന്റെ ഇടയിൽ ആടിനെയും കൂടെ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ഇവര് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇത് എളുപ്പമാണ്. അങ്ങനെ ഇവർ വനത്തിനരികിൽ താമസിക്കുന്ന ഒരു വീട്ടുടമസ്ഥയുടെ അടുത്തെത്തി. അവരുടെ അടുത്തൊരു ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ആ വീട്ടുടമസ്ഥയുടെ അടുത്ത് ചെന്ന് ഇവർ ആ ആടിനെ പൈസ കൊടുത്ത് മേടിക്കാം എന്ന ചിന്തയിലെത്തി. ചുമ്മാ ശരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ലോജിക്കില്ലാത്ത കഥയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ കൂടെ ലോജിക്കില്ലാത്ത ചെയ്യും. മതി കുളിക്കാൻ പറഞ്ഞു, ഇങ്ങോട്ട് വാ. പലകിലും കുളിക്കുന്നത് വെള്ളം കാണുമ്പോൾ സന്തോഷമായി. അങ്ങനെ ഇവർ ആ വീട്ടുടമസ്ഥയുടെ അടുത്തെത്തി. പക്ഷെ ഇവര് പൈസ കൊടുത്ത ആടിനെ മേടിക്കുമോ? ഇല്ല. കാരണം എന്താ? വീട്ടുടമസ്ഥയ്ക്ക് ആടിനെ വിൽക്കാൻ താല്പര്യമില്ല. ആകെ ഉള്ള ഒരു ആടല്ല, അതിനെ എങ്ങനെ വിൽക്കുക? അങ്ങനെ ഇവർ ആടിനെ കൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഇവർ ആ ദിവസം രാത്രിയിൽ ഈ ആടിന്റെ അടുത്ത് വന്നു. എന്നിട്ട് മോഷ്ടിക്കണോ വേണ്ടയോ എന്നുള്ള ചിന്തയിലായി അവർ. രണ്ടായാലും മോഷ്ടിച്ചേ പറ്റുള്ളൂ. കാരണം നമുക്ക് ആട്ടിൻകുട്ടിയെ സിംഹരാജന് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കൊരു കോഴിയെ കിട്ടത്തുള്ളൂ. അങ്ങനെ ഇവർ ആ ആട്ടിൻകുട്ടി അവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് ആ ആടിനെയും കൊണ്ട് ഇവര് നടന്ന് നമ്മുടെ സിംഹരാജന്റെ കൂട്ടിന്റെ അടുത്ത് എത്തിയപ്പോ ആ ആട്, അപ്പോൾ ആ ആട്ടിൻകുട്ടി സിംഹരാജന്റെ മുമ്പിൽ നിന്നും ഒരൊറ്റ ചാട്ടം ചാടി കാട്ടിലൂടെ അത് ഓടാൻ തുടങ്ങി. അങ്ങനെ അത് ഓടി ആരുടെ എത്തിയേ? കുറുക്കച്ചന്റെ ഫ്രണ്ടിൽ. പുറകെ നമ്മുടെ കേശവൻകുട്ടിയും കുട്ടിക്കുരങ്ങനും ഉണ്ടായിരുന്നു. അപ്പൊ ഇത് കണ്ട കുറുക്കൻ ചോദിച്ചു, ആഹാ, ഇതാരൊക്കെയായി വരുന്നത്? ഇതാരെയാ നിങ്ങൾ ഈ കൊണ്ടുവരുന്നത്? അങ്ങനെ ഈ കുറുക്കച്ചന്റെ മനസ്സിലൊരു ലഡു പൊട്ടി. കാരണം എന്താ? കാരണം കോഴിയെ ചോദിച്ച ഇവര് കുറുക്കച്ചന് ആട്ടിൻകുട്ടിയെ കൊണ്ടു കൊടുത്തു. ഉഷാലായില്ലേ അന്നത്തെ ദിവസം? ഇത് കണ്ട കുറുക്കച്ചൻ പറഞ്ഞു, എനിക്ക് കോഴിയെ തന്നെ മതി, ആടിനെ വേണ്ട. അങ്ങനെ ഇവർ വീണ്ടും കോഴിയെ പിടിക്കാനായിട്ട് കാട്ടിലേക്ക് പോകുകയാണ്. അങ്ങനെ അവര് അവിടുത്തെ ആടിനെ പിടിച്ച് വലിച്ചെടുത്ത് കൊണ്ട് നമ്മുടെ സിംഹരാജന്റെ അടുത്ത് ചെന്നു. വീണ്ടും അവിടെ നിന്ന് ആ ആട്ടിൻകുട്ടി ഒരു ഒറ്റ ചാട്ടത്തിന് വീണ്ടും അതിന്റെ വീട്ടുടമസ്ഥയുടെ അടുത്തി. ഇനി അമ്മ പോയി പിടിക്കുക. മനുഷ്യ കാലുണ്ടാക്കാൻ പാടും. അമ്മ ചാടി കാട്ടിൽ കൂടെ ഓടി. അങ്ങനെ ഇവര് ആട്ടിൻകുട്ടിയുടെ പുറകെ ഓടി. അപ്പൊ ഇവര് ചെന്ന് നിന്നത് എവിടെയാ? കൊറേ കോഴികളുള്ള ഒരു വീട്ടിൽ. അങ്ങനെ ഇവരെന്ത് ചെയ്തു? ആടിനെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് കോഴിയെ പിടിക്കാൻ തുടങ്ങി. അപ്പം കോഴിയെ പിടിക്കാനായിട്ട് അതിന്റെ വാലെ പിടിച്ചപ്പോ തന്നെ കോഴി ഒറ്റ കാർച്ച.
എവിടെയെങ്കിലും കിടന്നു അതാ നല്ലത്. എന്തിനു എണീറ്റ് വരുന്നു കുടിക്കുന്നു. അങ്ങനെ കൂവിയപ്പം എന്ത് ചെയ്തു? ഇവരാ കോഴിയുടെ വാങ്ങി പൊത്തി പിടിച്ചു ഗൈസ്. പൊത്തി പിടിച്ചിട്ട് കോഴിയെ പിടിച്ചിട്ട് ഇവര് പെതുക്കെ അവള് ഇറങ്ങി. അങ്ങനെ കോഴിയുടെ കുങ്ങായ്ക്ക് പിടിച്ച് ഇവരിങ്ങനെ കാട്ടിലേക്ക് നടന്നു വരികയായിരുന്നു. ഇങ്ങനെ കാട്ടിലേക്ക് നടന്ന് ഇവർ ആരുടെ ഫ്രണ്ടിലെത്തി? കുറുക്കച്ചന്റെ അടുത്തെത്തി. അങ്ങനെ കുറുക്കച്ചന് സമാധാനമായി. കുറെ നാൾക്ക് ശേഷം ഫുഡ് കണ്ട കുറുക്കച്ചൻ സന്തോഷവാനായി. ആ കോഴിയുടെ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചു. അവിടെ അവന്റെ തൊട കണ്ടു. തന്നെ ഇത് പണ്ട് തന്നെ ഇത് ചിരിച്ചു തന്നെ വളർത്തി മുഖം നിർത്തി. അങ്ങനെ ആ കുറുക്കച്ചന് കോഴിയെ കണ്ടിട്ട് സന്തോഷം. അങ്ങനെ ഇവര് കുറുക്കച്ചനോട് ചോദിച്ചു, ഞങ്ങളെ നിനക്ക് കോഴിയെ തന്നില്ലേ, ഇനി നിനക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റുമോ? പിന്നെന്താ, ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാം. അങ്ങനെ ഈ കുറുക്കച്ചൻ ഇവരെ സഹായിക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഇട്ടു. ആ പ്ലാനിൽ കുറുക്കച്ചൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് വേണ്ടി? ഒരു യക്ഷിയല്ലേ വേണ്ടേ? അത് ഞാൻ നിങ്ങൾക്ക് ശരിയാക്കി തരാം. അങ്ങനെ ഈ കുറുക്കച്ചൻ ഒരു യക്ഷിയെ ഇവർക്ക് കൊടുത്തു. പക്ഷെ കുറുക്കച്ചൻ ഇവരോട് പറഞ്ഞു, പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളെ സഹായിച്ച കാര്യം സിംഹരാജൻ അറിയാൻ പാടില്ല. അപ്പോൾ ഇവര് പറഞ്ഞു, ഇല്ല, ഒരിക്കലും ഇല്ല, സിംഹരാജൻ അറിയില്ല. അങ്ങനെ കേശവൻ കുട്ടിയും കുട്ടിക്കുരങ്ങനും ഇത് സമ്മതിച്ചു. അങ്ങനെ നമ്മുടെ കുറുക്കൻ അവർക്കൊരു പ്രേതത്തെ കൊടുത്തു. പ്രേതം മറ്റാരുമല്ല, നമ്മുടെ കാട്ടിലെ ചിമ്പാൻസി. കാട്ടിലെ ജിംബാൻസിയെ കിട്ടിട്ട് ഞാൻ വെള്ളത്തിൽ ഒതുങ്ങിയായിരുന്നു. ആ ജുംബാൻസിയെ കണ്ട സിംഹരാജൻ ഭയന്ന് വിറച്ചുകൊണ്ട് കാട്ടിലേക്ക് ഓടി. അങ്ങനെ ഓടി ആ സിംഹരാജ് എവിടെ എത്തി? നാട്ടിലെത്തിയപ്പോഴോ മനുഷ്യരുടെ നാട് മുഴുവൻ കിടുങ്ങി. അങ്ങനെ ഈ സിംഹരാജനെ ആ നാട്ടുകാരെല്ലാം കൂടെ ഒരു കെണിയിട്ട് പിടിച്ചു. അങ്ങനെ ആ കെണിയിട്ട് പിടിച്ച് നാട്ടുകാർ അവിടെ നിന്ന് സിംഹത്തിനെ എടുത്തുകൊണ്ട് സൂര്യട്ട്. ഇത് കണ്ട കേശവൻ കുട്ടിക്കും കുട്ടിക്കുരങ്ങനും സന്തോഷമായി. അവന്റെ ആ ജാട ഒന്ന് താന്നല്ലോ. അങ്ങനെ ഇവര് കാട് വാഴുക. അങ്ങനെ ഇവരാ കാട് വാഴുവാൻ തീരുമാനിച്ചു. ആ കാട്ടിൽ അങ്ങനെ അവർ ആ കാട്ടിൽ കേറി അവരവിടുത്തെ രാജാവായി. ഒട്ടും ലോജിക്കലെന്ന് എനിക്ക് അറിയാം. അപ്പം ഈ കഥയിൽ നിന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ആരും വലിയവനാണെന്ന് ചിന്തിക്കാൻ പോലും പാടില്ല. സൂയി കിടക്കേണ്ടത് ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒരിക്കലും വലിയൊരാളാന്ന് പറഞ്ഞ് അഹങ്കരിക്കാൻ പാടില്ല. വലിയ ഭാവം ആർക്കും പാടില്ല. എപ്പോഴും തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാ ബെല്ലൈക്കണും കൂടെ ഒന്ന് അടിച്ചു പൊട്ടിക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.